ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഞാൻ ഈ ജൻസിയെ പറ്റി മനസ്സിലാക്കിയത് ശരിയാണോ തെറ്റാണെന്നറിയില്ല, വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അതായത് മുൻ തലമുറകളെക്കാളും ഐക്യു കുറഞ്ഞ ഫസ്റ്റ് തലമുറയാണ് ഈ ജൻസി. ഇപ്പൊ മുഖ്യമന്ത്രിനെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി മീംസ് ആയിരിക്കുമല്ലേ കൂടുതലും വരുന്നത്. നെഗറ്റീവ് വൈബാണ്. അതുകൊണ്ടാണ് പിന്നെ അധികാരം അതിലേക്ക് പോവാത്തത് തോന്നുന്നു. രാഷ്ട്രീയത്തെ ഇഴകീറി മനസ്സിലാക്കുന്നതിൽ ഇൻസ്റ്റഗ്രാം തലമുറയിലെ നല്ല വിഭാഗം ആൾക്കാർക്ക് കുറച്ച് കുഴപ്പമുണ്ട്. ഐ ഡോണ്ട് തിങ്ക് നമ്മളെ ജനറേഷനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിങ്ങനെ ഈ അൽഗോരിതം ഉണ്ടാക്കിയേക്കുന്നത് നമ്മളെ ജനറേഷൻ അല്ലല്ലോ. റീൽസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇവർ വന്നിരുന്ന് തള്ളുന്നത് എന്ന് പറയും. നമ്മളെ മൂഡ് അനുസരിച്ച് ഇതേപോലെ അൽഗോരിതം മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഇന്നായിരുന്നെങ്കിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അതിൽ നിന്ന് വിട്ടു നിന്ന് സോഷ്യൽ മീഡിയ അപ്ഡേഷനാണ് നമുക്ക് കൂടുതലുള്ളത്. ന്യൂസ് ചാനലായിട്ടൊന്നും തീരെ ബന്ധമില്ല എന്ന് തന്നെ വേണേ പറയാം. മോശം സംഗതിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പുതിയ തലമുറയിലുണ്ട്. അതല്ലാത്ത ചൊറിച്ചിലുള്ള ഒരു തലമുറ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നോർത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ഭയങ്കര നൈസാണ്. ഇവിടുത്തെ ചില സദാചാരവും ഇവിടെ നിന്ന് ബീച്ചിൽ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നാട് വിട്ടവരൊക്കെ ഉണ്ട്. ഈ രാഷ്ട്രീയത്തെ ഉണ്ടാക്കുന്നത്, നമ്മുടെയൊക്കെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിൽ പങ്കാളികളാവാനോ ഉള്ള ഒരു അജ്ഞത എന്നാ ഞാൻ എനിക്ക് തോന്നുന്നു ഇവര് തന്നെ അൽഗോരിതത്തിലാണോ ഉണ്ടാക്കിയതെന്ന്. എന്നെ വലിച്ചോണ്ട് വരുന്നത് ഞാൻ സ്റ്റഡിയിൽ കേൾക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ നിങ്ങളാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. അപ്പം നമ്മളുടെ ഇന്നത്തെ വിഷയം വളരെ റെലവൻ്റായി സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സംസാരിക്കണോ അത്? ജൻസികൾക്ക് പൊളിറ്റിക്സ് ഉണ്ടോ, അതോ ജൻസികൾ പൊതുവെ രാഷ്ട്രീയമില്ലാത്ത ആളുകളാണ് എന്നുള്ളൊരു പ്രചാരണം ഇവിടെ വ്യാപകമായിട്ട് നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ തുടങ്ങിക്കോളൂ. അല്ല, ജൻസികൾക്ക് പൊളിറ്റിക്സ് ഉണ്ടോ ചോദിക്കുമ്പോൾ എന്ത് കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് ആണ്? കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാമോ? കേരളത്തിൽ എത്ര മണ്ഡലം ഉണ്ടെന്ന് അറിയാമോ? അതാണോ? കക്ഷി രാഷ്ട്രീയവും ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു വിഷയം പറയുമ്പോൾ, ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ ഒരു നിലപാടോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ അത്രയ്ക്കൊന്നും പറയണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും അറിവില്ല എന്നുള്ളൊരു അടിച്ചമർത്തൽ അവിടെ കാണപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ പിള്ളേർക്കൊന്നും ഒരു രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്ന ഒരു അമ്മാവൻ സംഗതി ഉണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, അത് ശരിയാണോ? അങ്ങനെ ഉണ്ടാവും. അവർക്ക് അങ്ങനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനോ പൊളിറ്റിക്കൽ അതൊന്നും അറിയണ്ടാവില്ല. പക്ഷെ രാഷ്ട്രീയമില്ല എന്നുള്ളതൊന്നും തന്നെ അർത്ഥമില്ല. അവർ കൃത്യമായിട്ട് പൊതുവേ പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് പോപ്പുലർ ട്രെൻഡ്സിന്റെ ഒക്കെ കൂടെ ആ വിഷയങ്ങളിൽ നല്ല അഭിപ്രായം പറയുകയും ആ വിഷയത്തെ പറ്റി നല്ല അവഗാഹമുള്ള ആളുകളാണ്. ഈ പോപ്പുലർ ട്രെൻഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഈ തലമുറയെ പൊതുവെ റീൽസ് ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ കീബോർഡ് ആക്ടിവിസ്റ്റുകൾ എന്നാണ് പൊതുവെ ഒരു പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ റീൽസിലൂടെ ഉള്ള രാഷ്ട്രീയം പറച്ചിലൊക്കെ ശരിക്കും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതായത് ഇപ്പം നമുക്കൊരു ഉദാഹരണം പറഞ്ഞാലേ, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ MP ഉണ്ട് രാഘവ് ഛദ്ദ. അയാൾ നിരന്തരമായിട്ട് ഇപ്പോൾ പാർലമെന്റിൽ ഉന്നയിക്കുന്ന പ്രശ്നം സമൂസയുടെ വില കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ റീചാർജിന്റെ പൈസ കൊള്ളയടിക്കുന്നു. ഇതിന് ഭയങ്കരമായ സ്വീകാര്യത കിട്ടുകയും അയാൾ ഇന്ത്യയിലെ ഏറ്റവും കിടിലൻ രാഷ്ട്രീയക്കാരനാണ് എന്ന മട്ടിൽ പുതിയ ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് അയാളെ എന്ത് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ റീലുകൾ ഷെയർ ചെയ്യുന്നു, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. ബട്ട് അയാളുടെ പാർട്ടി അയാളുടെ കൂടെ നിൽക്കാത്തതിന് കാരണമുണ്ട്. അയാൾ ശരിക്കും അയാളുടെ പാർട്ടിയുടെ പൊളിറ്റിക്സ് ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നില്ല. അത് മറച്ചു വയ്ക്കാൻ അയാളൊരു ഭയങ്കര സ്ട്രാറ്റജി എടുക്കുകയും ആളുകളെ ഈ സോപ്പി ആയിട്ടുള്ള സംഗതികൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ പോയിന്റിലേക്ക് ഒരിക്കലും ഈ കയ്യടിക്കാർ വരുന്നില്ല. അവർക്ക് അത് വിഷയമല്ല. അയാൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച്, ഇന്ത്യയിൽ നടക്കുന്ന കന്നുകാലിക്കടത്തിനുള്ള കാലിക്കടത്ത് ആക്രമണങ്ങൾ, വർഗീയ കലാപങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഭയങ്കര മർദ്ദക നിയമങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും അയാൾ പാർലമെൻറ്റിൽ സംസാരിക്കുന്നില്ല. ബട്ട് അയാൾ സംസാരിക്കുന്ന സമൂസയുടെ വില കുറയ്ക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ചായയുടെ വില കുറയ്ക്കണം, അല്ലെങ്കിൽ മൊബൈൽ റീചാർജിൻ്റെ പൈസ കുറയ്ക്കണം. ഇതാണ് മനുഷ്യരുടെ ജീവിത പ്രശ്നം, ഇതാണ് അടിസ്ഥാന വർഗ്ഗക്കാരൻ്റെ പ്രശ്നം, ഇതാണ് ഉയർത്തേണ്ടത് എന്ന് ശരിയായി വിചാരിക്കുകയും അതിന് പേരിലായി കൈയടിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെ രാഷ്ട്രീയത്തെ ഇഴകീറി മനസ്സിലാക്കുന്നതിൽ ഇൻസ്റ്റഗ്രാം തലമുറയിലെ നല്ല വിഭാഗം ആൾക്കാർക്ക് കുറച്ച് കുഴപ്പമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാര്യത്തില് എനിക്ക് തന്നെ അഭിപ്രായമുള്ളത്, രാഘവ് ഛദ്ദ പറയുന്നതും ഒരു തരത്തിലുള്ള പൊളിറ്റിക്സ് ആണല്ലേ. നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുന്ന ഒരു കോമൺ മാൻ്റെ പ്രശ്നത്തിനാണ് അവിടെ ആക്കുന്നത്. അത് മറ്റേതൊരു കാര്യം അയാൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അയാൾ വിമർശന വിധേയനാവേണ്ട കാര്യമില്ല. തർക്കമുള്ള പോയിന്റ് അറിയാമോ? ഇത് മൊബൈൽ റീചാർജ് മനുഷ്യരുടെ പ്രശ്നമാണ്, ഉന്നയിക്കാൻ പാടില്ല എന്നുള്ള പോയിന്റ് അല്ല എൻ്റെ.
പക്ഷേ ഒരു MP അയാളുടെ 3 വർഷക്കാലത്തെ നിങ്ങളുടെ പാർലമെന്റ് പെർഫോമൻസ് റെക്കോർഡ് എടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളില്ലേ? ജീവിത പ്രശ്നം, ജീവൽ പ്രശ്നം. നമുക്ക് മനുഷ്യന് ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന പ്രശ്നം ഈ രാജ്യത്തില്ലേ? ഗൗരവമുള്ള പ്രശ്നം വേറെ ഉണ്ട്. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുക, സംസാരിക്കുക. കലാപങ്ങളെക്കുറിച്ച് സംസാരിക്കുക, മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുക. അല്ലെങ്കിൽ അയാളുടെ സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ പിടിച്ച് ഒരു കള്ളക്കേസിൽ പിടിച്ച് മാസങ്ങൾ ജയിലിലിടുക, അവരുടെ ഉപമുഖ്യമന്ത്രിയെ പിടിച്ചിടുക. ഇതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടാക്കുന്ന പ്രശ്നം എന്നാണ്. ആരെയും പിടിച്ച് ഭരണകൂടത്തിന് ജയിലിലിടാം. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ അതിന് എത്രത്തോളം വിസിബിലിറ്റി കിട്ടും എന്നുള്ളതൊരു പ്രശ്നമല്ലേ? എന്താ വിസിബിലിറ്റി കിട്ടാത്തതിന്റെ കാരണം എന്താണ്? വേണ്ട, They are not ആൾക്കാർക്കത് വേണ്ട. ആൾക്കാർക്ക് അതല്ല, അയാളും ഈ പറഞ്ഞ പോലെ പോപ്പുലർ ട്രെൻഡ്സ് ആണ്, ആളുകൾ കയ്യടി കിട്ടുന്ന വിഷയമായിരിക്കണം. ഒരുപക്ഷെ അയാൾക്ക് അതിൽ അവഗാഹം ഇല്ലാഞ്ഞിട്ടോ പറയാൻ അറിയാഞ്ഞിട്ടോ അയാളും ഈ പറഞ്ഞ സൽവയ്ക്ക് എന്താ തോന്നുന്നത്? ഇന്ത്യയിലെ ഇങ്ങനത്തെ ഭയങ്കര മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലേ, സംഘർഷങ്ങൾ, കലാപങ്ങൾ, പറയുന്നുണ്ടായിരുന്നു ഒരു ഇതിനൊന്നും ചെറുപ്പക്കാർക്ക് താല്പര്യമില്ല. താല്പര്യമില്ലായ്മൊന്നുമില്ല. ശ്രദ്ധിക്കാറുണ്ടോ അത്തരം വിഷയങ്ങളെ? ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പുകൾ ചർച്ച ചെയ്യാറുണ്ടോ? എങ്ങനെ? ഇങ്ങനത്തെ നമ്മളൊരു ഫാസിസ്റ്റ് ഭരണകൂടം അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, മതപരമായ വിഷയങ്ങൾ, വർഗീയ പ്രചാരണം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഡിസ്കഷനിൽ വരാറുണ്ടോ? ഉണ്ട്. ജനറലി നന്നായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ഒന്നല്ല. ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ അപ്ഡേഷനാണ് നമുക്ക് കൂടുതലുള്ളത്, റാദർ ദാൻ ഈ TV, ന്യൂസ് പേപ്പർ, ന്യൂസ് ചാനലായിട്ടൊന്നും തീരെ ബന്ധമില്ല എന്ന് തന്നെ വേണേൽ പറയാം. സോ ഇറ്റ്സ് ജസ്റ്റ് അവിടെയും ഇവിടെയുള്ള ഫാക്ട്സ് ആണ്. കോൺസ്പിറസി തിയറീസ് റൺ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ വ്യൂസ് ആണ് കൂടുതലും. അത് ഭയങ്കര അപകടകരമാണ്. അതിന്റെ പ്രശ്നം എന്നറിയാമോ? ഈ പുതിയ കാലത്ത് ഈ പറഞ്ഞ റൈറ്റ് വിങ് ഗ്രൂപ്പുകളെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയാണ്. ഇപ്പം മോദിയെ കണ്ടിട്ടുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഒരിക്കലും ഒരു മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രസ് മീറ്റ് അഡ്രസ്സ് ചെയ്യില്ല. പറയാനുള്ള കാര്യം സോഷ്യൽ മീഡിയ പറയാണ്. അവർക്ക് പ്രൊപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ, ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറം പറയും ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാജ വിവരങ്ങൾ, മിസ്ഇൻഫർമേഷൻ ഒഴുകിപ്പരക്കുന്ന നാട് ഇന്ത്യയാണെന്ന്. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അതിൻ്റെ പീക്കിലെത്തും. അപ്പോൾ നിങ്ങൾ വിവരങ്ങൾ എടുക്കുന്നത് സോഷ്യൽ മീഡിയ എന്നായാലും സോഷ്യൽ മീഡിയയ്ക്ക് എഡിറ്ററൊന്നുമില്ല, ആർക്കും വന്ന് എന്തും പറയാം. ഇപ്പം മീഡിയ വണ്ണിൽ നിങ്ങൾ വന്നിട്ട് ഇവിടെ പോകുന്ന ഒരു വാർത്ത തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നേരെ കയറി വന്ന് എഡിറ്റർ പ്രമോദ് രാമനെ കണ്ടിട്ട് ഈ പോയ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം പറയാൻ അയാൾക്ക് ബാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ ഒന്നും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പല പ്ലാറ്റ്ഫോം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഈ തലമുറ ഈ കാണുന്നതെല്ലാം കൺസ്യൂം ചെയ്ത് നടക്കുന്ന ഒരു തലമുറയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ മോദി എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറഞ്ഞാൽ അത് അപ്പാടെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ. കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഈ തലമുറയിൽ നിന്ന് തന്നെയാണ് അവർക്കെതിരെ വിമർശനങ്ങൾ വരുന്നത്, അവരെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന എല്ലാം ഈ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിന് മുന്നത്തെ മില്ലേനിയൽസിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ജനറേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓൺലൈനിൽ കുറച്ചുകൂടി ആക്റ്റീവാണ്. അതുപോലെ മോദി ഒരു ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ, ആ മീം കണ്ടുണ്ടോ? മോദി രാജ്യത്തെ അഭിസംബോധന പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഒരാൾ താഴെ വന്ന് കമന്റ് ചെയ്യാണ്, മോദിജി പ്ലീസ് കം ടു ദ പോയിന്റ്, വേഗം വരൂ, 240 MB മാത്രമേ ഇനി ബാക്കിയുള്ളൂ, നിങ്ങളിങ്ങനെ വലിച്ചു നീട്ടല്ലേ. അല്ല, എനിക്ക് വൈഫൈ ഫ്രീ ആണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു തലമുറയെ പ്രധാനമായിട്ട് വിമർശിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. അതായത് റീൽസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇവർ വന്നിരുന്ന് തള്ളുന്നത് എന്ന് പറയും. അല്ലാതെ റീൽസിനെ സ്വാധീനിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. റീൽസ് എന്ന് വെച്ചാൽ സാധാരണ ഫ്ലാറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരികയല്ലേ, ചിലപ്പോൾ തരുന്നത് ഭയങ്കര ഇമോഷണൽ മ്യൂസിക് ഒക്കെ ഇട്ട് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് സ്വാധീനിക്കപ്പെടും അതിനകത്ത്. നിങ്ങളൊരു TV ചാനൽ കാണുമ്പോൾ അതിനകത്ത് അങ്ങനെയില്ല. പക്ഷേ ഈ റീൽസ് കാണുന്നതിന് കുഴപ്പമില്ല. വെറുതെ ഇപ്പം ബാനു പോയിട്ട് ഇറാൻ അമേരിക്ക വാർ എടുത്ത് നോക്ക്, മിസ്ഇൻഫർമേഷൻ്റെ കളിയാണ് അതിനകത്ത്. അതായത് ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിരുന്ന ഇഷ്ടം പോലെ വീഡിയോ കാണാൻ പറ്റും. ഇത് പകുതിയും AI ജനറേറ്റഡോ ഗെയിമിന്റെ വീഡിയോ ഒക്കെ. ഇതൊക്കെ മ്യൂസിക് ഇട്ട് കാണും, നമുക്ക് തോന്നുന്നു ഇറാൻ ഈ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യ കാര്യങ്ങൾ അങ്ങനല്ല. ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമ്മൾ റീൽസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലല്ലോ. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഇൻഫർമേഷൻ കാണുമ്പോൾ ഒക്കെ റീൽസിൽ നിന്നാണെങ്കിൽ അത് കാര്യമുള്ള കാര്യമാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക, അങ്ങനെയുള്ളൊരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഈ റീൽസിൽ കാണുന്ന കാര്യങ്ങൾ അതേപടി പകർത്ത് അത് അപ്പം തന്നെ അങ്ങനെ ഷെയർ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലല്ല, ഞാൻ ഈ ജൻസിയെ പറ്റി മനസ്സിലാക്കിയത് ശരിയാണോ തെറ്റാണെന്നറിയില്ല, വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മടിയുള്ള, വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള, ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിലൊന്നും ഉറച്ചു നിൽക്കാത്ത, സ്ഥിരതയില്ലാത്ത കുറച്ച് ആളുകളെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ തെറ്റായിരിക്കാം, തെറ്റാണ്. മനസ്സിലാക്കലിന്റെ ആധാരം എന്താണ്? പല കുറേ കുട്ടികളിൽ നിന്ന് കണ്ടതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു മില്ലേനിയൽസ് ഒക്കെ ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളത്, ഒരു കാര്യം ഏൽപ്പിച്ച് അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബ്ലഡിലുള്ളതാണ്. പണ്ടേ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ
ട്രെയിൻ ചെയ്ത് വന്നതുകൊണ്ടായിരിക്കണം ആ ഒരു കാര്യം ചെയ്യാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു നോർമലായിട്ട് ഉത്തരവാദിത്തം ഇത്ര ഉണ്ടാവുന്നത്. നാള് വന്ന സാധനങ്ങൾ ഈ പൊളിച്ചെഴുതുമ്പോഴാണ് അവർ ഉത്തരവാദിത്തമില്ലാത്തവരെന്ന് മുദ്ര പൊളിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുത്തപ്പെടുന്നത്. സിസ്റ്റങ്ങളെ ആകെ പൊളിക്കുന്നതിനാണ് ഈ പൊളിച്ചെഴുതുക എന്ന് പറഞ്ഞത്. ഒരു വ്യവസ്ഥയെ നമുക്ക് അങ്ങനെ അങ്ങ് പൊളിക്കപ്പെടേണ്ട പൊളിക്കാൻ പറ്റില്ലല്ലോ. സിസ്റ്റങ്ങളാണെങ്കിൽ അത് പൊളിക്കപ്പെടണം. അതെ, പക്ഷെ എന്താണ് സ്റ്റഡീസ് പറയുന്നത്? എന്താണ് ഇപ്പൊ ഈ ജിൽസി പറയുന്നതിനോട് യോജിക്കുന്ന സ്റ്റഡീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് പുതിയ തലമുറയിലെ ആളുകളുടെ ഒരു കോൺസെൻട്രേഷൻ ലെവൽ എന്ന് വെച്ചാൽ ഒരു ഗോൾഡ് ഫിഷിന്റെ കോൺസെൻട്രേഷൻ എത്രയുണ്ടോ അത്രേ ഉള്ളൂ, 8 സെക്കൻഡ്. അത് കഴിഞ്ഞ് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല കാരണം ഇവരാണ് അത് അവരും ആദ്യത്തെ തലമുറ, അതായത് മുൻ തലമുറകളെക്കാളും ഐക്യു കുറഞ്ഞ ഫസ്റ്റ് തലമുറയാണ് ഈ ജെൻസി. അറിയാമോ? അത് സ്റ്റഡീസ് കാണിച്ചതാണ്. അതായത് ഓരോ തലമുറ വരുമ്പോഴും മറ്റ് തലമുറയെക്കാളും കുറച്ചുകൂടെ മികച്ച രീതിയിലും ഐക്യു കൂടുതലുമായിരുന്നു. ഇതാണ് ഇപ്പൊ എനിക്കൊന്ന് ലോകം ഉണ്ടായ ശേഷമുള്ള ആദ്യ തലമുറയാണ് ഈ ജെൻസി. താഴേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? ആദ്യമായിട്ടാണ് ബുദ്ധിയുടെ കാര്യത്തിൽ താഴ്ത്തു ഡിജിറ്റലി പോകുന്നത്. ഇത്രയും ലൈക്ക് കംപ്ലീറ്റ്ലി ഡിജിറ്റലി കംപ്ലീറ്റ്ലി ഡിജിറ്റൽ വേൾഡിനകത്ത് ജനിക്കുകയും ജീവിക്കുകയും ചെയ്തവരാണെന്നുള്ള പ്രശ്നം ഉണ്ടെന്നാണോ? അതെ, ഫസ്റ്റ് ആയിട്ട് ഡിജിറ്റൽ വേൾഡിലേക്ക് ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇറങ്ങി ചെന്ന ഒരു ജനറേഷൻ നമ്മളതായിരിക്കും. അതായത് ഫുള്ളി ഓൺലൈനായിട്ട് നമ്മളുടെ ജനറേഷനാണ് ഫസ്റ്റ് ആയിട്ട് എത്തിപ്പെട്ടത്. ടെക്നോളജിയാ. അതെ, ടെക്നോളജിയാ. അപ്പൊ അത്രയും ഡിജിറ്റലിനോട് എക്സ്പോസ്ഡ് ആയതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. ഞങ്ങൾ മില്ലേനിയൻസിലെ കണ്ണിൽ നോക്കുമ്പോൾ നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആയി തോന്നുന്നു. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം പൊളിച്ചെഴുതുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ മില്ലേനിയൽസ് ഓക്കെ, നിങ്ങളുടെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെയൊക്കെ ഇപ്പം വന്നിട്ട് നമ്മൾ ലേറ്റായി വന്നാൽ നമുക്ക് ഓക്കെ, ഒരാൾ നമ്മുടെ ബോസ് നമ്മളോട് പറയണം ഓക്കെ നിങ്ങളുടെ ഹാഫ് സാലറി ഞാൻ കട്ട് ചെയ്തിരിക്കണം, ഓക്കെ ഞാൻ പോയിട്ട് നാളെ വരാമെന്ന് പറയും. അങ്ങനത്തെ ഒരു ജനറേഷനാണ്. നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ശരിയല്ലേ? ശരി, ഓക്കെ, അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ കാര്യം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം ഇല്ല, അതിന്റെ കാര്യമില്ല. അത് എനിക്ക് തോന്നുന്നു മില്ലേനിയൽസും കുറച്ചും കൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആ വഴിക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാരെ. കഴിഞ്ഞ ഒരു തവണ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എന്തൊരു പറഞ്ഞതാ, നമ്മുടെ ഡെസ്കിലുള്ള ചിഞ്ചു പറഞ്ഞതാ, ഒരു ജോലിയുടെ ആവശ്യാർത്ഥം ചിഞ്ചുവിനെ ആരോ സമീപിക്കുന്നു. അപ്പോൾ ഒരു ആളിന് ആവശ്യമുണ്ട്, അപ്പോൾ നന്നായിട്ട് ജോലിയൊക്കെ എടുക്കണം, 10 to 5 ഇങ്ങനെ അവിടെ ഒരു ഷോപ്പിലാണ്, അവിടെ നിൽക്കണം എന്ന് പറയാണ്. അപ്പോൾ അയാളുടെ അടുത്ത റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ ജെൻസി വേണ്ട കേട്ടോ, മില്ലേനിയൽസ് മതിയെന്ന്. ജെൻസി കുട്ടികൾ ഇങ്ങനെയാണ്, ഇന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷെ നാളെ ആ കടയിൽ വന്നോളണമെന്നില്ല. അവർക്ക് തോന്നുന്നതിനനുസരിച്ച് പെട്ടെന്ന് മാറാനുള്ള സാധ്യതകളുണ്ട്, അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ മില്ലേനിയൽസ് ഒരു ചട്ടക്കൂടി പോകുന്ന ആൾക്കാരായതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിന്നോളൂ എന്നുള്ളതായിരിക്കണം. എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാന്നുള്ളതൊരു അല്ല, ഞാൻ അതിനെ നന്നായിട്ട് പറയല്ല, അതെ, പക്ഷെ നമ്മൾ അങ്ങനെ വളർന്നു വന്നുകൊണ്ട് അങ്ങനെ ആയിരിക്കണം. പക്ഷെ സൽവൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുന്ന കണ്ടന്റ് എന്താണ്? കാണുന്നതനുസരിച്ചാണല്ലോ നിങ്ങളുടെ അൽഗോരിതം സെറ്റ് ചെയ്യപ്പെടുക. അതെ, ഭയങ്കര എല്ലാം ഉണ്ട്, ഭയങ്കര മിക്സ്ഡാ. ഇൻഫർമേഷൻ, ടെക്നോളജി എല്ലാം ഉണ്ട്. ട്രാവൽ ആവട്ടെ, നമ്മളെ മൂഡ് അനുസരിച്ച് ഇതേപോലെ അൽഗോരിതം മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഭയങ്കര സാഡ് മൂഡിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റീൽസ് ആയിരിക്കും എൻ്റെ കൈ വരിക. ബാനുക്കുണ്ടോ ഒരു എക്സ്പീരിയൻസ്? സാഡ് മൂഡിലുള്ള സംഭവം നമ്മളിപ്പോ സാഡ് മൂഡിലാണെങ്കിൽ നമുക്ക് റീൽ വരുന്നു, ആ റീൽ നമ്മൾ ഒരു തവണ കൂടെ കണ്ടാൽ പിന്നെ നമുക്ക് അവർക്ക് മനസ്സിലായി ഈ കക്ഷി ലോക്കഡാണ്. എനിക്ക് തോന്നുന്നു ഇവർ തന്നെ അൽഗോരിതത്തിലാണോ ഉണ്ടാക്കിയത്. അതെന്തൊരു പറച്ചിലാ പറഞ്ഞത്. ജെൻസി ഉണ്ടാക്കിയത് അൽഗോരിതം ബേസ്ഡ് ആയിട്ടാണോ? ചില സമയത്ത് പൊളിറ്റിക്സ് ഇങ്ങനെ കുറെ സമയം കാണാമെന്നൊരു മൂഡ് തോന്നാറുണ്ട്. അപ്പൊ എന്താ കാണും? ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഓർ കേരള നാഷണൽ പൊളിറ്റിക്സ് ഒക്കെ നോക്കൂ? യൂഷ്വലി ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണ്. നാഷണൽ പൊളിറ്റിക്സ് ഉണ്ടാവും, പക്ഷെ ഒരു നെഗറ്റീവ് വൈബാണ്. അതുകൊണ്ടാണ് പിന്നെ അധികാരം അതിലേക്ക് പോവാത്തത് തോന്നുന്നു. കേരളം വിട്ട് പോയി കളഞ്ഞേക്കാൻ തോന്നാറുണ്ടോ ചില സമയത്ത്? യെസ്. പക്ഷെ ഞാൻ പഠിച്ചത് DUവിലാണ്. സോ നോർത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ഇസ് ഭയങ്കര നൈസാണ് കമ്പയർഡ് ടു നോർത്ത് കേട്ടോ. ഇൻ എവറി ടേംസ്, പൊളിറ്റിക്കലി ആവട്ടെ. ഇപ്പോൾ അവിടെ നമുക്കൊരു മാർച്ച് നടത്തണമെങ്കിൽ തന്നെ നമുക്ക് CE മാർക്കൊക്കെ ഗ്രാജുവലി നമ്മളത് ഡൗൺ ആവും. നമ്മളെ ഡീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര ഇഷ്യൂ ആണ്. ലൈക്ക് അതായത് നമുക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ പാസ്പോർട്ടിൽ ഇവർ അതൊക്കെ നോട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇൻറ്റേർണൽ ബുള്ളിങ്ങും നല്ലോണ്ട് അവിടെ. കാസ്റ്റസം ഇപ്പം നമ്മുടെ നോർത്ത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഭയങ്കരമായിട്ട് കാസ്റ്റസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനെ കമ്പയർ ചെയ്യുമ്പം കേരളത്തിൽ അത്യാവശ്യം ബെറ്ററാണ് ഇൻ ദ പൊളിറ്റിക്കൽ സിനറിയോയിലാണെങ്കിലും. എവിടെ പഠിച്ചെന്ന് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. സോറി, മില്ലേനിയൽ ഇഷ്യൂസ്. ഇനി നമുക്ക് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ജെൻസി, അതായത് ഈ തലമുറ കൂടുതലും ഞാൻ എന്തോ പറയാമെന്ന് എന്നാ നിങ്ങൾ ഇത് ജെൻസിയുടെ വിഷയം അതല്ല, റീല് കണ്ടിട്ട് മെമ്മറി ലോസ് ആയത്. മെമ്മറി ലോസ് അല്ല, ഞാൻ എന്തോ ഒരു കാര്യപ്പെട്ട കാര്യം പറയാമെന്നത്. ഈ തലമുറ പ്രധാനമായിട്ടും ഇവർ ഈ പാർട്ടി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പ്രത്യയശാസ്ത്രങ്ങളോടൊക്കെ അകന്ന് നിന്നിട്ട് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലാണ് കൂടുതലും ഈ തലമുറ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന്
തോന്നിയിട്ടുണ്ടെന്നല്ല, അവരങ്ങനെയാണ്. അങ്ങ് സമ്മതിച്ചേക്കു ബാനു. എനിക്ക് തോന്നി, എനിക്കങ്ങനെ തോന്നി. ആ. കൂടുതലും നമ്മൾ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിപ്പോൾ പറയാനാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ടെന്ന് പറയാനല്ല, കുറച്ച് നാൾ മുന്നേ വരെയുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതും സ്കൂളിൽ പഠിക്കുന്ന തൊട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ കുട്ടികളെ ഒന്നും കാണാനില്ല. ഒരു പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, പണ്ടൊക്കെ ഇവർ ആവേശം വിറ്റായിരുന്നു ഈ പാർട്ടിക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 400 രൂപയും പെട്രോളും അടിച്ചു കൊടുക്കാതെ ഒരു കുട്ടികൾ പോലും പ്രചാരണത്തിന് ഇറങ്ങുന്നില്ല എന്ന് പറയും. അപ്പോൾ അവർക്ക് ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ തൊഴിലില്ലായ്മ ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നുണ്ടെന്നല്ല, തൊഴിലില്ലായ്മ ഉണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്നത് ഒരു ട്രെൻഡായിട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട്. അതായത് ഈ പുറത്തേക്ക് പോകുക എന്നുള്ളത് ഈ തലമുറയുടെ ഒരു ട്രെൻഡാണ്. ശരിക്കും അങ്ങനെ ഒരു ട്രെൻഡ് കൊണ്ടാണ് ഇവർ പുറത്തേക്ക് പോകുന്നത്. നിങ്ങളുടെ വേൾഡ് ഓപ്പണായി, നേരത്തെ പറഞ്ഞില്ലേ, ഡിജിറ്റൽ എക്സ്പോഷർ പോലെ തന്നെ വേൾഡ് ഓപ്പൺ ആയപ്പോൾ ലോകത്തുള്ള സാധ്യതകളെക്കുറിച്ചും ലോകത്തെ പലതരത്തിലുള്ള ജീവിത നിലവാരത്തെക്കുറിച്ചും കാണാനും സ്വപ്നം കാണാനും പോകാനും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും അങ്ങനെ സ്വപ്നം കണ്ടുപോകുന്ന എത്ര കുട്ടികളുണ്ട്. ഇതതിൻ്റെ ഒരു വൈഡ് പെർസ്പെക്റ്റീവ്. ഞാൻ പറയണ വേറെ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ കൂടുതൽ സെൽഫിഷായി എന്നുള്ളതാണ്. സ്വന്തം കാര്യം നോക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്ര പുനർനിർമ്മാണത്തിലൊന്നും എൻ്റെ കൊണ്ട് വയ്യ, എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട്. നീ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തം ബെനിഫിറ്റ് ഇല്ല, എനിക്ക് 400 രൂപയും പെട്രോൾ അടിക്കാനുള്ള കാശും അല്ലെങ്കിൽ ഒരു ബിരിയാണിയും കിട്ടിയില്ല, ഞാൻ എന്തിന് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രൊപ്പഗാൻഡയ്ക്ക് പോകണം എന്നുള്ള ഒരു തരം സെൽഫിഷ്നെസ്. ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ഇപ്പൊ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അവിടെ ഇന്നയാൾ ജയിച്ചാൽ ഉണ്ടാവുന്ന ഒരു മുന്നണി, ഈ രാഷ്ട്രീയക്കാർ ജയിച്ചാലാണ് ഈ നാട് നന്നാവുക എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പൊളിറ്റിക്സിന്റെയും ആ തെരഞ്ഞെടുപ്പിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും ചിന്തിക്കുന്നില്ല. ഈ രാഷ്ട്രീയത്തെ ഉണ്ടാക്കുന്നത്, നമ്മുടെയൊക്കെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിൽ പങ്കാളികളാവാനോ ഉള്ള ഒരു അജ്ഞത എന്നാ ഞാൻ അതിന്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്ത് സാഹചര്യത്തിനൊന്നും ഒരു കുറവില്ല. നമ്മളൊക്കെ ജീവിച്ചു സാഹചര്യം ഇവിടെ എല്ലാവർക്കും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനോ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനോ തെരഞ്ഞെടുപ്പിനെ ഒരു ആരെയും എതിർക്കാനോ അങ്ങനത്തെ സാഹചര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ പുറത്തു വന്ന സാഹചര്യം പറഞ്ഞു. ഈ കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടുത്തെ ചില സദാചാരവും ഇവിടെ നിന്ന് ബീച്ചിൽ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നാട് വിട്ടവരൊക്കെ ഉണ്ട്. വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അങ്ങനുണ്ട്. പക്ഷെ അത് കേരളത്തിന്റെ കുഴപ്പമല്ല, അത് ഇന്ത്യ ആകമാനമുള്ള നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം എന്ന് പറയുന്നത് അത് കൾച്ചർ മാത്രമൊന്നുമല്ല, നമ്മളുടെ വംശീയത, നേരത്തെ സൽവ പറഞ്ഞതുപോലെയുള്ള ജാതി. എവിടെയാ വംശീയത ഇല്ലാത്തത്? അമേരിക്ക പോയാൽ നിങ്ങൾ റേസിസം നേരിടേണ്ടി അടുത്ത് പറയാൻ വരുന്ന പോയിന്റ് ഇതായിരുന്നു. ഇപ്പൊ നിങ്ങൾ യു കെ പോയി നോക്ക്, വംശീയത പേടിച്ച് നിങ്ങൾ ഓടി അവിടെ ചെന്ന് നോക്ക്. അവിടെ ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാർ താമസിക്കുന്നത് ഫോട്ടോ എടുക്കാൻ സ്പോട്ടൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അവിടെ പോയി ലണ്ടൻ ബ്രിഡ്ജിന്റെ വെളി ഫോട്ടോ എടുക്കാമല്ലോ, അതൊക്കെ മതിയെന്ന്. അവിടെ പോയി 16-17 മണിക്കൂർ പണിയെടുത്ത് ചാവുന്ന മനുഷ്യന്മാരുണ്ട് കേട്ടോ, പഠിക്കാനെന്ന് പറഞ്ഞ് പോയിട്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്, 100 ഇരട്ടി അവിടെ കഷ്ടപ്പെട്ടിട്ടേ ജീവിക്കുന്നുള്ളൂ. പഠിത്തം, അതിന് പിന്നാലെ ജോലി, കാര്യം ഏൺ ചെയ്തിട്ടാണല്ലോ ജീവിക്കുന്നത്. ഇവിടെ അച്ഛനമ്മമാരും കൊടുക്കുന്ന പോക്കറ്റ് മണിയിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ പോയി കഷ്ടപ്പെടാൻ തയ്യാറാ. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈല് മുന്നോട്ട് വെക്കാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ നാട് വിട്ടു പോവോ? ഞങ്ങൾ ചോദിച്ചതാണ് യു കെ ആണ്. അതിപ്പോ മാറി. ഇപ്പൊ എവിടെയാ? എന്റെ കേരളം എനിക്ക് മതി. ഇപ്പൊ എന്റെ കേരളം എത്ര സുന്ദരം. കേരളം ഗംഭീരമാണ് മോളെ, ഒന്നും ആലോചിക്കാനില്ല. പക്ഷെ എന്റെ പോയിന്റ് ഇതാണ്, കേരളം ഒരു മോശം സംസ്ഥാനമാണ്. ഇവിടുത്തെ എല്ലാ പൊളിറ്റീഷ്യന്മാരും ഒരുപോലെയാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് നേട്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, രാഷ്ട്രീയക്കാർ തന്നെ കുഴപ്പക്കാരാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ജനിസിക്കകത്തുണ്ട്. അത് മണ്ടത്തരമാണ്, വിവരക്കേടുമാണ് എന്നാണ് എന്റെ പോയിന്റ്. അപ്പൊ ആ വിവരക്കേട് മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു വിവരക്കേടാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രവർത്തനം ഓപ്പോസിറ്റ് സൈഡ് നടക്കണമല്ലോ. മനുഷ്യൻ രാഷ്ട്രീയ ജീവി. അവരെന്താ കാണുന്നത്? അവര് നോക്കുമ്പോ, ഈ തലമുറ നോക്കുമ്പോ എന്താ കാണുന്നത്? അവിടെ തമ്മിൽ തല്ല്, ഇവിടെ ചേരുതിരിവ്, ഇതൊക്കെ കണ്ടാണ് ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നത്. ഇതാണ്, അതായത് പൊളിറ്റിക്കലി ചീപ്പായിട്ടുള്ള കുറെ പ്രസ്താവനകൾ. അത് മാത്രമാണോ നിങ്ങൾ അതിന്റെ റേഷ്യോ എടുത്ത് നോക്കുക? അതാണോ കൂടുതൽ, മറ്റേതാണോ കൂടുതൽ?
അല്ല രണ്ടും നമ്മൾ ഉണ്ടല്ലോ. ഞാൻ എന്തെല്ലാം പറഞ്ഞത് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. ഈ പറഞ്ഞ ആൾക്കാരൊന്നും എടുത്ത് റേഷ്യോ വെച്ചിട്ടായിരിക്കത്തില്ലല്ലോ നോക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന, അല്ലെങ്കിൽ ഈ ചാനൽ ചർച്ചകളിൽ കാണുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളിൽ കാണുന്നത്, വരുന്ന ഓരോ പ്രസ്താവനകൾ. ഇപ്പൊ മുഖ്യമന്ത്രിനെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. പിന്നെ നമ്മുടെ പ്രതിപക്ഷത്തോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റേജിൽ നിന്ന് ടാറ്റ കാണിക്കാൻ വരെ തമ്മി തല്ലുന്ന കുറെ നേതാക്കന്മാര്. അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ അല്ല ഭാനു പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ഒക്കെ നോക്കുന്ന ഒരു തലമുറ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അത് ആ തലമുറയുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം. ആ തലമുറയെ രാവിലെ വഴിയിൽ പോകുമ്പോൾ നായ കടിക്കുന്നു. ആ തലമുറയിൽപ്പെട്ട ഒരാളെ അയാൾ നേരെ നായ കടിച്ചതിനുള്ള പ്രതിവിധി തേടി മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നു. അവിടെ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ അവിടെ 1000 വിലയുള്ള വാക്സിൻ ഉണ്ട്. അതെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നു. എന്നിട്ട് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി വീണ്ടും ചെല്ലുന്നു. അപ്പോഴും നിങ്ങൾക്ക് ഫ്രീ ആയി വാക്സിൻ എല്ലാം തരുന്നു. ലോകത്തൊരിടത്തും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നില്ല എന്നും ഈ ചികിത്സ കിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നിടത്ത് രാഷ്ട്രീയം ഒരു ചില്ലറ കളിയല്ല നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റിൽ നിങ്ങൾ അഭിമുഖീകരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാം ഇതാണ്. നിങ്ങൾ നോക്കൂ, ഈ പബ്ലിക് സർക്കാർ ചെലവാക്കുന്ന പൈസയുടെ 70% ചെലവാക്കുന്നത് എന്തിനാണ്? നമുക്ക് ഫ്രീ തരാൻ വേണ്ടിയാണ്. ഞാനൊരു പോയിന്റ് പറഞ്ഞപ്പോൾ അതിനെ ഒരു പട്ടി കടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പോയിന്റാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ യോഗത്തിനകത്ത് വഴക്കുണ്ടായി എന്നുള്ളത് വെച്ചിട്ടല്ല. CM വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ പൊളിറ്റീഷ്യനെ കണ്ടത്. ആ രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചിട്ട് ഈ നാടിന് നേട്ടം ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത്. അങ്ങനെ കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഇപ്പോൾ ഈ ജെൻസിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തരാം, അല്ലെങ്കിൽ ഫ്രീ എന്തെങ്കിലും കുറേ വാഗ്ദാനങ്ങളൊക്കെ തരാം, വാഗ്ദാനങ്ങളൊക്കെ തരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതിൻ്റെ പേരിലൊക്കെ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ വഴങ്ങുമോ? ഒരിക്കലും നിങ്ങൾക്ക് അതിന് അത് കൃത്യമായ നിലപാടുണ്ട്. അല്ല, അങ്ങനെ വഴങ്ങും. ആ തരുന്ന അനുസരിച്ചിരിക്കും. പാടെ തള്ളിക്കളയത്തൊന്നുമില്ല. ബാനു വിഷയമുള്ള കാര്യമല്ല. ബാനു ഇപ്പൊ 400 രൂപ പെട്രോൾ കിട്ടിയാൽ 50-50 എന്നുള്ള പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും പോയി കൊടി പിടിക്കും. ഈ മനുഷ്യനെ ഇവിടുന്ന് മാറ്റൂ. അല്ല സത്യമല്ലേ ബാനു, നീ സത്യസന്ധമായിട്ട് പറയൂ. ഞാനൊരു സാമൂഹ്യ പ്രശ്നമാണ് ഉന്നയിച്ചത്. നിങ്ങൾ എന്താ അതൊക്കെ അല്ല അത് മനസ്സിലായി, പക്ഷേ അങ്ങനെ എന്താ നിങ്ങളെ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വിൻഡോസ് പ്രശ്നം. പട്ടി കടിച്ചത് വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കാൻ അത് ഞാൻ സമ്മതിക്കില്ല. പട്ടി കടിച്ചൊരു വാലിഡ് പോയിന്റ് ആയിരുന്നു. അപ്പൊ എന്റെ 400 രൂപ പെട്രോൾ എന്തോ ഒരു വാലിഡ് പോയിന്റ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞ ബാനുവത്തല്ല, രാഷ്ട്രീയത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നതിന് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്യണം. ഏതെങ്കിലും ഒരു സ്ഥലത്തോട് നോക്കിയിട്ടല്ല നമ്മൾ കാണേണ്ടത്. രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന മനുഷ്യൻ, നമ്മൾ എങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത് പക്ഷെ മനസ്സിലാക്കണ്ടേ? അതൊക്കെ ശരിയാണ് പ്രാവ് പറഞ്ഞു. പക്ഷെ ഇത്രയും കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് പ്ലാറ്റ്ഫോമില്ലായ്മ അവർക്ക് താല്പര്യമൊന്നുമില്ല. അല്ല എങ്ങനെയാണ് റാവു പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാര്യം അവർ ചിന്തിക്കും, അവർ വളരെ ഒരു നിങ്ങൾ പറഞ്ഞ മാതിരി ഈ റീലിന്റെ ആസ്പെക്ട്സിലൊക്കെ ചിന്തിക്കുന്നുള്ളൂ. അവരിങ്ങനെ കാണുമ്പോൾ കുറെ ആൾക്കാർ ഇതാ സ്റ്റേജിൽ കയറി തമ്മിൽ തല്ലുന്ന അയ്യമാരെന്ത് കളിക്കണം അത്രേ അറിയുന്നുള്ളൂ. അതിനപ്പുറത്ത് സൽവ നിങ്ങൾക്ക് ആലോചിച്ചൂടെ 47 നമുക്ക് രാജ്യം കിട്ടുമ്പോൾ ടൺസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതിൽ ഏതാ റൈറ്റ് എന്ന് അതാണ് കൺഫ്യൂസ്ഡ് ആവും. കുറേ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, നമ്മൾ എവിടുന്ന് നോക്കുകയാണെങ്കിലും ഇതിന്റെ പല ആംഗിൾസ് കിട്ടുന്നു. പക്ഷേ റൈറ്റ് ഏതാ നമുക്ക് എങ്ങനെ മനസ്സിലാവും? എസ്പെഷ്യലി AI ജനറേറ്റഡ്. ചിന്തിക്കണം. ജെൻസി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളും ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഈ ജനറേഷണൽ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ഉണ്ട് എന്നതാണ്. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയങ്കരമായി അത് ഭയം അങ്കുരിക്കുന്ന അതുണ്ടോ? അങ്ങനൊന്നും ചോദിക്കരുത്, അതൊക്കെ ഒരു വാക്ക്. ഭയം അങ്കുരിപ്പിക്കുന്നതാണ് ഭയങ്കരം എന്ന് പറഞ്ഞ അർത്ഥം. എന്ന് വെച്ചാൽ ഭയം കൂട്ടുന്നത്. പോസിറ്റീവ് സെൻസിൽ ഉപയോഗിക്കാനേ പറ്റാത്തൊരു വാക്കാണത്. അല്ല ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോളൂ, തുടർന്നോളൂ പ്ലീസ്. ഒരു തലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു സമൂഹം. കാര്യപ്പെട്ട കാര്യം പറയാൻ വന്നത് ഇത് കണ്ട ഇങ്ങനെയൊക്കെയാ. ധൈര്യമുണ്ട് ഭയങ്കരമായിട്ടുള്ള വാക്കിന് പകരം ഒരു വാക്ക് വെച്ച് തുടങ്ങും. ഒരു വാക്ക് വെച്ച് തുടങ്ങും. ഇനി ആ ഭയങ്കര ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ നോക്കും. വലിയ കാര്യം സെറ്റ്. ഇങ്ങനത്തെ മാധ്യമ പ്രവർത്തകർക്ക് നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഒരു ജെൻസി തലമുറ വളർന്നു വരുന്നത്. അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ജെൻസി തലമുറ എന്ന് പറയുമ്പോൾ ഈ പൂക്കി, സ്കിബഡി, ബ്രോ ഈ സാധനമൊക്കെ പറഞ്ഞാലേ ജെൻസി തലമുറയോട് സംസാരിക്കാൻ പറ്റൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാ ജെൻസിക്കാർക്കും പോലും അറിയില്ല ഇതല്ലേ. എന്നാലും സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ക്യാപ്ഷൻ ഇടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലൊക്കെ വല്ല പക്ഷെ നിങ്ങളിലെ മാറ്റമുണ്ട്. അവരുപയോഗിക്കുന്ന കുറെ വാക്കുകളുണ്ട്. നമ്മൾ തീർത്തും അപരിചിതമായ ഒരു ലോകത്തെത്തിയത് പോലെ അവർക്ക് ആവശ്യമുള്ള ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ സംസാരിക്കാൻ ഒന്ന്, അവരോട് സംസാരിക്കാൻ വേറെ ഏതോ കൈൻഡ് ഓഫ് വേ എടുക്കണം. അറ്റ്ലീസ്റ്റ് വൈബ് പിടിക്കണം, എന്റർടൈൻഡ് ആക്കണം. പിന്നെ ഒട്ടും രാഷ്ട്രീയമില്ല, ഈ രാഷ്ട്രീയം തീരെ ഇല്ലാത്ത പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു തലമുറ എന്നുള്ള വിമർശനമാണ്. അപ്പോൾ ഈ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ഒരു കമന്റ് തീരെ പക്വതയില്ലാത്ത കുട്ടികളാണ്. ഒരാൾക്കൊരു രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നത് എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പക്വത വേണം രാഷ്ട്രീയം പറയാൻ?
അങ്ങനെ അതിനൊരു കൃത്യമായ സ്കെയിലൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ ഇത്ര ഇവരൊരു സ്കെയിൽ വെച്ചിട്ടുണ്ടെന്നേ ഇതിനകത്ത്. നിഷാദ് റാവുത്തർക്ക് വന്നിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 നമ്മളൊക്കെ എന്തിനാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ -10 തീർന്നു. എന്തിനാണ് എന്നെ വലിച്ചോണ്ട് വരുന്നതിനകത്ത്? ഞാൻ സ്റ്റഡിയിൽ കേൾക്കുകയാണ് എന്താണ് നിങ്ങളാണ് സംഭവം. ഇതിനെല്ലാം പിന്നിൽ നിങ്ങളാണ്. നിങ്ങൾ അവളെ നിശിതമായി വിമർശിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ ജെൻസി തലമുറയിൽ ഇരുന്നിട്ട് വിമർശിച്ചു ഇവരൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്കും ജീവിക്കണം ഈ സമൂഹത്തിൽ, ഞങ്ങൾ അസ്വസ്ഥരാണ്. അത് അംഗീകരിക്കേണ്ട ഒരു പോയിന്റ് കേട്ടോ. ഇവരെല്ലാം കൂടി ഇരുന്ന് എന്തോ അഭിപ്രായം പറഞ്ഞൊരു പരിപാടി നടത്തി. ആ പരിപാടിക്കകത്ത് എന്തോ പരിപാടിയില്ല, പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ നടന്നു. എന്നിട്ട് അതിലെന്ത് സംഭവിച്ചു? ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് രാഷ്ട്രീയമായ അഭിപ്രായം പറഞ്ഞ പൊളിറ്റിക്കൽ ടീ എന്നൊരു പരിപാടി സംഘടിപ്പിച്ചു. അതെല്ലാവരും ചെറുപ്പക്കാരായ പെൺകുട്ടികളായിരുന്നു. അവർ പിണറായി വിജയനെ വിമർശിക്കുന്നതും പിണറായി വിജയനെ പോസിറ്റീവായി സമീപിക്കുന്നതും പല നേതാക്കന്മാരെ കുറിച്ചും പല പൊളിറ്റിക്സിനെ കുറിച്ചും അഭിപ്രായം പറഞ്ഞു. ചെറിയ കുട്ടികൾ അഹങ്കാരത്തോടെ വർത്തമാനം പറയുന്ന പേരിൽ മുതിർന്ന ആളുകൾ വന്നവരെ ആക്ഷേപിക്കുന്ന ഒരു നിലയുണ്ട്. അതിൽ ഞാൻ തന്നെ കണ്ടു ഒരാള് മുതിർന്നവര് ചോദിച്ചിട്ട് മാത്രമല്ല ആ, കേട്ടോ, എല്ലാ പേരൊക്കെ പറഞ്ഞതിന് വലിയ തലമുറയിൽപ്പെട്ടവരാണെന്ന് വിമർശനം. എനിക്ക് നമ്മളിപ്പോ സംശയമുണ്ട്. ഒരു സാധാരണ കോൺവെർസേഷനില് പിണറായി വിജയൻ അങ്ങനെ തന്നെയല്ലേ പറയാറല്ലേ? പിണറായി നമ്മളിപ്പോ, വിജയൻ എന്ന് പറയുന്നത് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് ആ വിമർശിച്ച ഒരാൾ പറഞ്ഞത് ഞാൻ ഗ്രാഫ് കേട്ടു. വെച്ചിട്ടുണ്ടെന്നേ. പിണറായി എന്ന് പറഞ്ഞുള്ളതാ പ്രശ്നം, വിജയൻ എന്നുള്ളത് ചേർത്തിട്ടില്ല. പിണറായി എന്ന്. ആ, പക്ഷെ പിണറായി എന്ന് പിണറായി എന്ന് പറയുമ്പോ അതിനകത്ത് നമ്മൾ ഒരു ഡിസ്റെസ്പെക്ട് നിഷാദ് നമ്മള് റാവുത്തർക്ക് പിണറായി എന്ന് പറയുമ്പോൾ 100 നമ്മളൊക്കെ പറയുമ്പോൾ -10 അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. പിണറായിക്ക് ഇദ്ദേഹം നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ടല്ലോ. അന്ന് ആരും അദ്ദേഹത്തിന് വിമർശിക്കുന്ന ഞാൻ വിമർശനം കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. ആ, ഞങ്ങൾ അസ്വസ്ഥരാണ്. നിങ്ങളുടെ ഒരു പ്രായം കൊണ്ട് അങ്ങനെയൊന്നും കാര്യം പിണറായി എന്നൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ അതിൽ ഒട്ടും ഡിസ്റെസ്പെക്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ പറയുന്നതാണ്. നമ്മളിപ്പോൾ ഈ വിമർശിച്ചൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിലിങ്ങനെ പറയുന്നുണ്ട്, കാര്യം നമ്മൾ മഹാത്മാഗാന്ധി ചേട്ടൻ എന്നൊന്നും പറയാറില്ല, എന്നാലും അവിടെ ഒരു എന്നാലും എന്ന് പറയുന്നത്. ഇതുപോലൊരു വ്ളോഗിൽ ഞാൻ കേട്ടിരുന്നു, മുരുകൻ കാട്ടാക്കട ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ കാട്ടാക്കട എവിടെ ഉള്ളതടെ എന്ന് തിരിച്ചു ചോദിക്കുന്നൊരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതില് കാട്ടാക്കടയില് സ്ഥലമൊക്കെ കണക്ട് ആയിട്ടില്ല. ഉണ്ട്, അത് കണക്ട് ആയി, കണക്ട് ആവും റീൽസിൽ. എങ്കിൽ ചിരിക്കുന്നേ വെറുതെ രസമല്ലേ? നാഷണൽ പൊളിറ്റിക്സ് നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? വെരി ബാഡ് ആക്ച്വലി. അത് മേ ബി ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. തീരെ താല്പര്യമില്ലേനു, അതങ്ങനെ തന്നെ പറയാലോ. ഒന്നാമത് ഞാൻ ഭയങ്കര റാൻഡമായിട്ട് നമുക്ക് ഈ വീഡിയോസ് കാണുമല്ലോ, യൂട്യൂബിൽ ഷോർട്സ് ആവുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഏത് ഇഷ്യൂ, ഐ തിങ്ക് മറ്റേ വ്രെസ്റ്റ്ലേഴ്സിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, വിനേഷ് ഫോഗട്ട്. അപ്പം ഇവർ അതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ഭയങ്കര ഹേറ്റ്രഡ്. അതായത് ആ കമൻറ്റ് സെക്ഷൻ നമുക്ക് നോക്കാനേ പറ്റൂല, അമ്മാരി ഹേറ്റ്രഡ്. ലൈക്ക് കിൽ ഹെർ അങ്ങനത്തെ സാധനങ്ങൾ. അതായത് ഹിജാബ് ഇട്ട് അവളൊക്കെ കൊല്ലണം, പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹേറ്റ്രഡ് സാധനം. അപ്പം ഞാൻ ജസ്റ്റ് അതിന് ലൈക്ക് ഇട്ട്, ആ വീഡിയോക്ക് ലൈക്ക് ഇട്ട്, പിന്നെ അതിന് ശേഷം എൻ്റെയിലേക്ക് വരുന്ന വീഡിയോസ് മൊത്തം ഇങ്ങനത്തെ സാധനം. ഓക്കെ, എക്സ്ട്രീം ഹേറ്റഡ്. ആൻഡ് ഇത് നമുക്ക് ഫസ്റ്റ് ഹാൻഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു കേരള സ്റ്റോറി 1 ഇറങ്ങിയ സമയത്താണ് ഞങ്ങൾ റൂം മാറുന്നത്. ഞങ്ങൾക്കൊരു 30-ലേറെ റൂം ഞങ്ങളടുത്ത് തരില്ല എന്ന് തന്നെ പറഞ്ഞു, ജസ്റ്റ് ബിക്കോസ് ഓഫ് 1 റീസൺ, സിനിമ. ഹിജാബ്. യെസ്, ആപ് കേരള മോഹമ്മദനെ റൂം നെയ് ആപ്കോ. അതങ്ങനെ തന്നെ ഒരു മോത്തോക്കി പറയുകയും ചെയ്യും, അത്രയും ഹേറ്റഡ്. സോ അത് നമുക്ക് വിസിബിളി നമുക്ക് അത്രയും ഫീൽ ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ജയ് ശ്രീറാം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 4 പ്രാവശ്യമെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഞാൻ മാത്രം. അപ്പം അത്രയും ഹേറ്റഡ്, അത്രയും ഭീകരതാവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പോയ സമയത്ത് ആ സാധനം ഇല്ല. ഭയങ്കര എനിക്കറിയില്ല കേട്ടോ, എന്തോ ഓരോ പോപ്പുലാരിറ്റി, ഹേറ്റഡിൻ്റെ പോപ്പുലാരിറ്റി ഭയങ്കര ഗ്രാഫ് ഭയങ്കര താഴേക്കാണ്. മേ ബി അതുകൊണ്ടേക്കും കേരള സ്റ്റോറി 2 ഒക്കെ വന്നിട്ടുണ്ടാവുക. അപ്പം അതാണ്, അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നാഷണൽ പൊളിറ്റിക്സ് വലിയ ഐഡിയ ഇല്ലെങ്കിലും എന്താണ് ശരിക്കും നിങ്ങൾ ഈ പറയുന്ന സംഗതികളുണ്ടല്ലോ, അതിന്റെ ബേസിക് റീസൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഒരു സംഗതി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണോ, അതോ നമ്മുടെ സാമൂഹ്യ ശരീരത്തിനകത്ത് കിടക്കണോ ഇത്? ഓഫ് കോഴ്സ് പ്രൊപ്പഗണ്ട അതിൻ്റെ ഒരു വലിയ ഭാഗമാണല്ലോ. പിന്നെ ജെൻസി ആണെങ്കിൽ പോലും നമ്മൾ ഈ കാണുന്നത് മൊത്തം ഈ സാധനം. ഇപ്പം ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാലസ്തീൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കാണുമല്ലോ. ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ ഓക്കെ, നമുക്ക് ഭയങ്കരമായിട്ട് അത് ഹേർട്ട്ഫുൾ ആവും. പിന്നെ അത് കാണുമ്പം ഈ റീൽ കഴിഞ്ഞ് അടുത്ത റീലിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞ് ഇറ്റ്സ് സാഡ് അറ്റ് ദ സെയിം ടൈം. പക്ഷേ ഭയങ്കര കൺസേണിങ് അല്ലേ അത്? അങ്ങനെ ആയി മാറി. അതായത് മിനിറ്റുകൾക്ക് നമ്മൾ ഇമോഷൻസ് സ്വിച്ചായി. അപ്പം ഐ ഡോണ്ട് തിങ്ക് നമ്മളെ ജനറേഷനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിങ്ങനെ ഈ അൽഗോരിതം ഉണ്ടാക്കിയേക്കുന്നത് നമ്മളെ ജനറേഷൻ അല്ലല്ലോ, നമ്മളതിലേക്ക് എത്തിക്കുന്നതും ജെൻസി അല്ലല്ലോ. ഐ തിങ്ക് അവിടെ അല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടേ. കേരളത്തെക്കുറിച്ച് എന്താ തോന്നുന്നത്? കേരളം കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലം, ഒരു റിബലിയൻ സ്റ്റേറ്റ് എന്നൊക്കെ തോന്നുന്നുണ്ടോ ടോട്ടൽ ഇന്ത്യയിൽ? ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. കുറച്ചുകൂടെ ഉള്ളൂ? അല്ല, നല്ല ബെറ്ററാണ്. അല്ല, കേരളത്തിലൊരു ബെറ്റർ എക്സ്പീരിയൻസ് പറയാം. എന്താണ് കേരളത്തിലെ ബെറ്റർ എക്സ്പീരിയൻസ്?
എന്താ തോന്നുന്നത്? ഇതൊന്നും ഇല്ലല്ലോ. ഹെയ്റ്റ് ഇല്ല. ഹെയ്റ്റ് ഭയങ്കര കുറവാണ്. മീൻ അറ്റ്ലീസ്റ്റ് വിസിബിളി ഭയങ്കര കുറവാണ്. ഇനി ഉള്ളിലുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയൂലല്ലോ. നമുക്കൊരിക്കലും ഇപ്പോൾ നമുക്ക് ഷോൾ ഇട്ട് പോകുമ്പോൾ നമുക്കൊരിക്കലും ആ ഒരു കൺസേൺ ഉണ്ടാവില്ല. ഞാൻ ഈ ഷോൾ ഇട്ടതിനെ കൊണ്ട് അടുത്തിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഓരോ ബിലീഫിനെ ഭയങ്കരമായിട്ട് ഇടങ്ങേറാക്കുന്നുണ്ടോ എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ല. പക്ഷെ അവിടെ ആകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ സാധനം വരും. ഇനിയിപ്പോൾ നമ്മൾ ഒന്നും വേണ്ട, കോളേജിൽ തന്നെ നമ്മൾ ഷോൾ ഇട്ട് പോകുമ്പം വി വുഡ് ഫീൽ ലൈക്ക് ഓഹ് ഇനിയിപ്പോൾ കേൾക്കാം. കാരണം ലിറ്ററലി ഓരോ ഫേസിൽ ആ സാധനം ഉണ്ടാവും, ആ ഒരു ഹേറ്റ്രഡ്. പക്ഷെ അത് കേരളത്തിലെത്തുമ്പോൾ ഇല്ല. അതന്നെ ഭയങ്കര ജീവിക്കാൻ എന്തൊരു സുഖമാണ്. നേപ്പാളിൽ നടന്ന ജെൻസി പ്രൊട്ടസ്റ്റ് ഒരു വലിയൊരു ഭയങ്കര ശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു. അതായത് ആ പ്രൊട്ടസ്റ്റ് തന്നെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു പ്രതിഷേധ മൂഡല്ലായിരുന്നു. ആളുകൾ അവിടെ നിന്നിട്ട് റീൽ എടുക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെയും പ്രതിഷേധിക്കാം. പ്രതിഷേധിച്ച് കത്തിച്ചൊരു സർക്കാരിനെ താഴെ ഇറക്കി ആകെ മൊത്തം. അതിപ്പോ ഇവിടെ നിയമസഭ ഒളിച്ചു നടന്നിട്ടില്ലേ? നിയമസഭയ്ക്കകത്ത് പ്രൊട്ടസ്റ്റ് നടന്നിട്ടില്ല. ആ ഒരു മൂഡിലൊക്കെ കാണണം. ചോദ്യമില്ല. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് അതാണ്, അവരുടെ കയ്യിലൊരു വലിയ പവർഫുൾ ടൂൾ, അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ജെൻസിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. എന്ത് പറയുന്ന ഒരു സാമ്രാജ്യത്തിന് ഒരു ഒറ്റയടിക്ക് പറിച്ചെറിയാൻ കഴിയുന്ന ശക്തിയുള്ള സാധനങ്ങൾ ഇത്രയും. 2025 ഉദാഹരണം മാത്രമൊന്നുമല്ല കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എടുത്താലും അതിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ലോകത്തെല്ലായിടത്തുമുള്ള ഐതിഹാസികമായ വിപ്ലവങ്ങളുടെ കഥ എടുത്താൽ അതിലെല്ലാം വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ട്. അപ്പോൾ ഈ കാലത്ത് കുറേ വിദ്യാർത്ഥികൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ അതാണ് അത്ഭുതം. വിദ്യാർത്ഥികൾ എല്ലാ കാലത്തും വിപ്ലവത്തിൻ്റെ ഭാഗമായിരുന്നു. എവിടെയൊക്കെ റെവല്യൂഷൻ നടന്നിട്ടുണ്ട് അതിലെല്ലാം വിദ്യാർത്ഥികൾ, ക്യാമ്പസുകൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. 2025 നേപ്പാളിലാണ് ഉദാഹരണം ഉള്ളത് എന്ന് കാണാൻ വേണ്ടി പാടില്ല. അന്നത്തെ കാലത്ത് ഓരോ കാലത്തും ജനറേഷനിലെ ഏറ്റവും താഴെയുള്ള ആൾക്കാർ രാഷ്ട്രീയ ബോധ്യമുള്ളവരും അതിൽ പങ്കെടുക്കുന്നവരുമായിരുന്നു. ഇന്നത്തെ ജനറേഷനിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് അതിൽ താല്പര്യമില്ലേ എന്ന പ്രശ്നമാണ് പ്രശ്നം. അല്ല, എന്റെ സംശയം അതാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഇന്നായിരുന്നെങ്കിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അതിൽ നിന്ന് വിട്ടു നിന്നേ. പിന്നെ ഗാന്ധിജി അയക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ വന്നിരിക്കുകയാണ്. ഉപ്പ് സത്യം ഞാൻ പോയേനേട്ടോ. ഞാൻ ദണ്ഡിയാത്രക്കൊക്കെ പോയേനെ. ദണ്ഡിയാത്ര ഞാൻ പോയേനെ. ഉപ്പ് കൂർക്കാൻ അവിടെ എത്ര വ്യൂസ് കിട്ടിയേനെ. അതായത് ഇന്ത്യയിലുള്ള കാസ്റ്റ്, ഇന്ത്യയിലുള്ള ഈ പറഞ്ഞ റിലീജിയസ് ഹേറ്റ്രഡ്, ഇതൊക്കെ ഇന്ത്യയിലുണ്ട്. നമുക്കിതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പരിഹരിക്കാൻ ഒറ്റ ടൂളേ ഉള്ളൂ, പൊളിറ്റിക്സ് ആണത്. മറിച്ചും പൊളിറ്റിക്സേ ഉള്ളൂ. ഇപ്പോൾ രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ ഹെയ്റ്റിനെതിരെ നടന്നു, ഭാരത് ജോഡോ. അതൊരു പൊളിറ്റിക്കൽ എക്സസൈസാണ്. അതിൻ്റെ കൂടെ ആയിരക്കണക്കിന് ആൾക്കാർ നടന്നു. അതിനുശേഷം ആ പാർട്ടിക്ക് വലിയ വിജയങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായി. സോ ഹെയ്റ്റിനെതിരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏക ടൂൾ, വർക്ക് ചെയ്യുന്ന ടൂൾ, അതും പൊളിറ്റിക്സാണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വിട്ടു നിൽക്കുക എന്നുള്ളതല്ല അതിനുള്ള വഴി, അതിൽ ആക്റ്റീവ്ലി പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയെക്കുറിച്ച് ഒരു കോൺസെപ്റ്റ് ഇതുണ്ടാക്കിയ ആൾക്കാർക്കുണ്ടായിരുന്നു. അത് കുറച്ച് കുഴപ്പത്തിലാണ്. ആൻഡ് വി ഹാവ് ടു ഫിക്സ് ഇറ്റ്. അതിന് നമ്മുടെ ടൂൾ എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് ആണ്. സോ അതിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ആവുന്നതാണ്. ഓക്കെ, അത് ഈ പരമ്പരാഗത രീതി തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? അത് നിങ്ങൾക്ക് ഏത് വഴിയിലും കൊണ്ടുപോകുന്നതാണ്. എന്താ പരമ്പരാഗത വഴി അല്ലാതെ പുതുവഴി എന്താണ് അതിനകത്ത്? ഈ പറഞ്ഞ പോലെ ഈ തലമുറയെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇവര് പൊതുവായിട്ട് വിളിക്കുന്നത്, ഇവർ സോഷ്യൽ മീഡിയയിൽ മാത്രം കിടന്ന് ചിലക്കുന്നത് മാത്രം, അവിടെയുള്ള തള്ളു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതുപോലെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനുള്ള ആംബിയർ ഇല്ലാത്ത പിള്ളേരാണെന്നൊക്കെ പറയും. ശരിക്കും അങ്ങനെ ഒരു ഇതുണ്ടാവും. കാരണവന്മാർക്ക് ചെറിയ പിള്ളേരോട് അതുണ്ടാവും. അതൊരു ചെറിയ, നിങ്ങൾ ഇങ്ങനെ വലിയ വായിലിരുന്ന് പൊളിറ്റിക്സ് പറയുന്നൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടാകും എന്ന് കരുതിയിട്ട് നിങ്ങൾ അങ്ങ് പത്തി മടക്കി അങ്ങ് പോവുകയാണോ വേണ്ടത്? അല്ലല്ലോ. അല്ലല്ലോ, നിങ്ങൾ നേരത്തെ ബാലൻസ്കി നായരാണ് കേട്ടോ. കാരണവന്മാരുടെ അനുഗ്രഹത്തോടെ ഒരിക്കലും വിപ്ലവം വരില്ല എന്നൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞ പോലെ ശരിയാണ്. ആ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, പുതിയ പിള്ളേരുടെ വൈബ് കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, അതൊക്കെ കാണുമ്പോൾ തന്നെ മറ്റവരോ ഓക്കെയാണ്. ഇപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു ആൾക്കാർക്കിടയിലുള്ള പ്രശ്നമുണ്ട്, അയാൾ തന്ത വൈബാണ്, അയാൾ ന്യൂജൻ അല്ല. ഒരു മനുഷ്യൻ പെർഫെക്റ്റ് ആവണമെങ്കിലും ഗംഭീരമാണെങ്കിലും അയാൾ ന്യൂജൻ ആയിരിക്കണം. അങ്ങനെ ഒരു നിങ്ങൾ ഇങ്ങോട്ടിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മില്ലേനിയംസിലൊക്കെ ഇട്ട് തള്ളുന്നുണ്ടല്ലോ, നിങ്ങൾ തന്ത വൈബ തള്ള വൈബ എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണെന്നേ. തന്തയുടെ സ്വഭാവത്തിലുള്ള അഭിപ്രായം മോശം അഭിപ്രായമാണോ? അങ്ങനല്ല, ഞാൻ ചെറുപ്പമായിരിക്കുന്നത് എന്തോ ഒരു പ്രിവിലേജ്, നേട്ടം. അതെ, അങ്ങനെ ഒരു പ്രശ്നം. ഈ പറഞ്ഞ രാഷ്ട്രീയതയാണ്. വേറൊരു സ്റ്റഡി കൂടെ വന്നിട്ട് ഭയങ്കര രസമുള്ള സ്റ്റഡി. അതായത് സ്റ്റഡി കൊണ്ട് വരുന്നുണ്ട്.
സ്റ്റഡി എന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കണം. അതായത് ഈ മില്ലനിയൽസ് ആൾക്കാരുണ്ടല്ലോ, 90s കിഡ്സ് എന്നൊക്കെ പറയുന്നവർ, അവർക്കാണ് ഈ നിങ്ങളിപ്പം ഈ ഒരു ഏജിൽ ഞങ്ങളെക്കാളും പ്രായമുള്ളവരായി തോന്നിക്കുകയും എന്നാൽ മില്ലേനിയൽസ് ഇങ്ങനെ ദിവസം പ്രായം കുറഞ്ഞു വരികയും ചെയ്യുന്നതായി തോന്നിക്കുമെന്നാണ് എവിടെ നോക്കട്ടെ, കേട്ടിട്ടില്ല സ്റ്റഡി? എവിടെ നോക്കട്ടെ, മുഖം ഒന്ന് കാണിച്ചേന്ന്. നിങ്ങളുടെ അമിത സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളൊക്കെയാണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട്, നേരത്തെ കിടന്നുറങ്ങിപ്പോ. അല്ല, ഈ പ്രശ്നമുണ്ട്. അതായത് ഞങ്ങൾ പ്രായം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പെർഫെക്റ്റ് ആണ്, ഞങ്ങളാണ് പുതിയ കാലത്ത് എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ ശേഷിയുള്ളവർ, ഞങ്ങൾക്കാണ് എല്ലാം മനസ്സിലാവുന്നത്, നിങ്ങൾ പ്രായമായി പോയി, അത് നിങ്ങളുടെ ഒരു പരാജയമാണ് എന്ന മട്ടിൽ കാണുന്ന ഗുരുതരമായ പ്രശ്നം പുതിയ തലമുറയിലെ കുറേ ആൾക്കാർക്കുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ ബൈക്കിൽ പോകുമ്പോൾ അത് ഓവർ സ്പീഡാണ്, ഇവനത് തോന്നിയ സാധനം കാണിക്കുന്നു പറയുമ്പോൾ അയാൾ തന്തവൈവാണെന്ന് പറയാം. പിന്നെ പോയി മൂക്കുത്തി വീണതിന് ശേഷം ഉണ്ടാകുന്ന സാധനം ഉണ്ടല്ലോ, അല്ല അടി കിട്ടാത്തതിന്റെ അസുഖമുണ്ട്. ശരിയാ, മൂക്ക് കുത്തി വീണ് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംഗതി ഉണ്ടല്ലോ, അതാണ് അയാൾ നേരത്തെ പറയുന്നത്. പിന്നെ പ്രായമാകുന്ന ഒരു മോശ സംഗതിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പുതിയ തലമുറയിലുണ്ട്. അതല്ലാത്ത ചൊറിച്ചിലുള്ള ഒരു തലമുറ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവിതർക്കിതമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവിതർക്കിതം. ഇപ്പം നമ്മളിങ്ങനെ ഒരു കുട്ടികളുടെ കാര്യം പറഞ്ഞു, പൊളിറ്റിക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പൊതുവെ ആളുകൾ പറയുന്നത് നമ്മൾ പരാജയമാണെന്നുള്ളതാണ്. നമ്മുടെ ഒരു പുതിയ ജനറേഷൻ എത്രത്തോളം പ്രസക്തമാണ്, കാലിക പ്രസക്തി ഉണ്ട് പൊളിറ്റിക്സിനെന്നും, അതൊക്കെ അവരിലേക്കൊരു അവയർനെസ് എത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു തെറ്റായിട്ട് പറയുന്നത്. റാവുനൊരു മോളുണ്ടല്ലോ, അപ്പം അവളൊക്കെ എത്രത്തോളം പൊളിറ്റിക്കലായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അങ്ങേയറ്റത്തെ രാഷ്ട്രീയ ജീവിയായിട്ട് മോള് വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം കക്ഷിക്ക് 6 വയസ്സേ ഉള്ളൂ, പക്ഷേ ഇപ്പം എൻ്റെ മോള് ഗസയിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ്. അപ്പോൾ ഫലസ്തീനിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതായിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ പറയും, നമ്മൾ ഭക്ഷണം കഴിക്കണം, ഫലസ്തീനിലെ കുട്ടികൾ വിശന്നിട്ട് പുല്ല് കഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അത്രയും കക്ഷി അതിനെക്കുറിച്ച് അറിയാവുന്ന ആളാണ്. ലോകത്തെല്ലാ കുട്ടികൾക്കും ഒരേ സ്കൈ അല്ല, ആകാശമല്ല എന്ന് പുള്ളിക്ക് നന്നായി അറിയാം. അത്രയൊക്കെ മനസ്സിലാക്കണം നിർബന്ധമുള്ള ആളാണ് ഞാൻ. ഇന്ത്യയിൽ നടക്കുന്നത് എന്താണെന്ന്, കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒക്കെ പുള്ളിക്ക് അറിയാം. അതൊക്കെ പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. ഇലക്ഷൻ എന്ന് വെച്ചാൽ പ്രോസസ്സ് എന്താണ്, അതിൽ ഭരണമാറ്റം അങ്ങനൊന്നും അല്ല, ബട്ട് എന്തോ കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ എക്സസൈസ് നടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിതാവ് എന്ന നിലയ്ക്ക് രാഷ്ട്രീയം പഠിപ്പിക്കണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രാഷ്ട്രീയം പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഞാൻ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല, ബട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, അടുത്തിരിക്കുന്ന കുഞ്ഞ് എവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ നമുക്ക് കിട്ടുന്ന പോലത്തെ എല്ലാ പ്രിവിലേജസും അവൾക്കുണ്ടോ, അവൾക്ക് അത്രയും ഉടുപ്പുണ്ടോ, അവൾക്ക് അത്രയും ഫുഡുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാന പാഠം. സെയിം പ്രിവിലേജ് ആൻഡ് സെയിം ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഗതി ഉണ്ടോ. ഈക്വാലിറ്റി ഇല്ലെങ്കിലാണ് പൊളിറ്റിക്സ് അവിടെയാണ് തുടങ്ങുക, അതിൻ്റെ പരിപാടി തുടങ്ങുക. സോ അങ്ങനെയൊക്കെ പഠിപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ എപ്പോഴും നോക്കുക മാർക്ക് എത്രയുണ്ട്, മാർക്ക് ഇല്ലെങ്കിൽ കുഴപ്പം എന്നല്ല. അത് സെൽവ, അപ്പോൾ നിങ്ങളൊരു വെർച്വൽ വേൾഡിലേക്ക് വന്ന ആൾക്കാരാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വന്നു, കുറേ ഈ റിയൽ ലോകത്ത് തന്നെ റീലിലേക്കാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ അപ്ബ്രിങ്ങിങ്ങിൽ, അതായത് നിങ്ങളെ പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കറക്റ്റായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഗൈഡ് ചെയ്യുന്നതിലൊക്കെ അതിലൊരു വന്നിട്ടുണ്ട്? കാര്യം ഞങ്ങളുടെയൊക്കെ ഒരു കാലത്തെന്ന് വെച്ചാൽ ഈ ചെറുപ്പകാലത്തൊക്കെ കേട്ടോ, പൊളിറ്റിക്സ് എന്താണ്, കക്ഷി രാഷ്ട്രീയം എന്താണെന്നൊക്കെ മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഈ പത്രം വായിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഈ അച്ഛനാണെങ്കിലും അച്ഛൻ്റെ അച്ഛനാണ് എല്ലാവരും ഇരുന്ന് പത്രം വായിച്ചിട്ട് എല്ലാവർക്കും ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമുക്കന്ന് വലിയ ധാരണയൊന്നും ഇല്ലല്ലോ. അത് കേട്ടിട്ടൊക്കെ വളരുമ്പോൾ നമുക്ക് കുറേ ഇതൊക്കെ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണെന്ന് തോന്നുകയും അത് പറയുന്നതിൽ പിന്നെ നമ്മൾ വലിയ അഭിമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും അറിയില്ലെങ്കിൽ പോലും. നിങ്ങൾക്ക് അതുപോലത്തെ ഒരു അപ്ബ്രിങ്ങിങ്ങൊക്കെ ഇല്ലാണ്ടായി പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അപ്ബ്രിങ്ങിങ് ലൈക്ക് നമുക്ക് ഇൻഫർമേഷൻ, നമ്മളെ മക്കൾ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആവണം, അതേപോലെ തന്നെ എഡ്യൂക്കേഷനിൽ ഇന്നൊരു ലെവലിൽ എത്തണം, പിള്ളേർ വലിയ വലിയ സ്ഥാനത്തെത്തണം എന്നാണ് പാരൻസ് എപ്പോഴും. ഐ തിങ്ക് നമ്മളെ ജനറേഷനിൽ ഏറ്റവും കൂടുതലുള്ളൊരു സാധനം അതായിരിക്കും. അത് നമുക്കത് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ലൈക്ക് നമ്മുടെ മക്കൾ അവിടെ എത്തണം, നമ്മളെത്താത്ത സ്ഥലത്ത് നമ്മളെത്തിപ്പെടണം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു അമർഷം ജനറലി എല്ലാ പാരൻസിനും ഉണ്ട്. അത് നമ്മളെ അപ്ബ്രിങ്ങിങ്ങിലും ആ സാധനം നല്ലോണം ഉണ്ട്. രാഷ്ട്രീയത്തിലേക്ക് പോവാന്ന് പറയുമ്പോൾ വീട്ടുകാർക്കൊരു ഇപ്പോൾ നമ്മൾ പ്രൊട്ടസ്റ്റിന് പോവുകയാണെങ്കിൽ ഒരു 90% പാരൻസും അതിനെ അഗ്രി ചെയ്യൂല. അവിടെ ഇരുന്നോ, എന്തിനാണ് വെറുതെ, ആ ഒരു സാധനമാണ് ഏകദേശം എല്ലാ പാരൻസിൻ്റെ അടുത്തുനിന്ന് വരിക. പൊളിറ്റിക്കൽ പ്രോസസ്സിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. പ്രൊട്ടസ്റ്റിൽ നേരിട്ട് പങ്കെടുക്കുക എന്നുള്ളത് അത് മാത്രമൊന്നുമല്ല. നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ ഭാഗമാകാം. നിങ്ങൾ 4-5 പേര് കൂടി ചായ കുടിക്കുന്ന സ്ഥലത്തിരുന്ന് രാഷ്ട്രീയം പറയാലോ. അങ്ങനെ ഒരു സംഭവമുണ്ട്, സ്ലാക്ടിവിസോ എന്ന് പറയും. അതായത് സ്ലാക്ടിവിസോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സ്ലാക്ടിവിസോ അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇറങ്ങാതെ, ഒന്നിലും ഇടപെടാതെ ഈ പറഞ്ഞ പോലെ ഒരു വിഷയത്തെ പറ്റി ഒരു സ്റ്റോറി ഇടുക, ദൈവമേ ഞാൻ കൃതാർത്ഥനായി, ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഫ്ലുവൻസ് ആവുകയും 2 ആൾക്കാർ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്നത്, അതായത് ഈ ഒരു പോസ്റ്റ് ഇടുക, സ്റ്റോറി ഇടുക എന്നതിന് അതല്ലാണ്ട്
ഈ സ്റ്റോറിയും പോസ്റ്റും ഇട്ടത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇത് മാത്രം പോരാ എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് നമ്മുടെ മുൻ തലമുറക്കാർ. അത് വസ്തുതാപരമല്ല. വിപ്ലവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുക്കുക. എന്തെങ്കിലും ഒരു വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാൻ വിപ്ലവം, ആ വിപ്ലവത്തിൻ്റെ ഒരു വഴി എന്ന് പറഞ്ഞാലേ ആ വിപ്ലവത്തിന് വേണ്ടി പണിയെടുക്കാൻ അതിന് ബുദ്ധിജീവികളുണ്ടാവും. എന്താണ് ഈ ഭരണകൂടത്തിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പം, അതെങ്ങനെയാണ് പൊളിക്കേണ്ടത് എന്ന് സൈദ്ധാന്തികമായി പറയുന്നവർ, തിയറട്ടിക്കലി ഇത് പറയുന്നുണ്ടാവും. അവർ വിപ്ലവത്തിന് റോളിൽ ഇറങ്ങുന്നവരല്ല. വിപ്ലവത്തിന് വേണ്ടി ചുവരെഴുതുന്ന ആൾക്കാരുണ്ടാവും, വിപ്ലവത്തിന് വേണ്ടി മാർച്ച് സംഘടിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, വിപ്ലവത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത എഴുതുന്നവരുണ്ടാവും, മാധ്യമങ്ങളിൽ ചർച്ച നടത്തുന്നവരുണ്ടാവും, അതിനുവേണ്ടി മുദ്രാവാക്യങ്ങൾ എഴുതുന്നവരുണ്ടാവും. പല വഴികൾ, ബഹുശാഖി എന്ന് പറയും, പല വഴികളിലൂടെയാണ് വിപ്ലവം സാധ്യമാവുക, അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സ് പൂർണ്ണമാവുക. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാവിലെ മുദ്രാവാക്യം വിളി തെരുവിലിറങ്ങാൻ മാത്രമല്ല. നിങ്ങൾക്കൊരു സ്റ്റോറി ഇടാം, നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഓർ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യാം, നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്കൊരു കാര്യം പറയാം, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലിരിക്കും നിങ്ങൾക്കൊരു പൊളിറ്റിക്സ് പറയാം, എന്തും ചെയ്യാം. അതെല്ലാം കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കലാണെന്ന് വിചാരിക്കുന്നിടത്തും ഒരു കുഴപ്പമുണ്ട്. മുദ്രാവാക്യം വിളിക്കാതിരുന്ന് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടാൽ പൊളിറ്റിക്സ് ആവില്ല എന്ന് പറയുന്നതിലും കുഴപ്പമുണ്ട്. എല്ലാം പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ പറയാം. എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പുതുതലമുറ എത്രത്തോളം നമ്മുടെ രാഷ്ട്രീയക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുതുതലമുറ അഡ്രസ്സ് ചെയ്യുമ്പോൾ പൂക്കി ഇസ്കി പിടി എന്നത് വെച്ചിട്ട് അവരെ അഡ്രസ്സ് ചെയ്യുക. അവരുടെ ശരിക്കുള്ള അവർക്ക് എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അവരെന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിന്നും വളരെ ഇനിയും കുറച്ചും കൂടി വരാനുണ്ട് എന്നാണ് എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് വരാനുണ്ട്. അതിന് ആദ്യം എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊരു ആശയക്കുഴപ്പം മാറി നിങ്ങളൊന്ന് വ്യക്തത വരുത്തണം എന്നാണ്. സ്ത്രീ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ.